ലിംഗ 12-ന് കേരളത്തിലേക്കില്ല. സ്റ്റൈൽമാനിന്റെ പുതിയ ചിത്രമായ ലിംഗ ഡിസംബർ 12-ന് കേരളത്തിലെ ഫാൻസുകാർക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ലോകവ്യാപകമായി ചിത്രം ഡിസംബർ 12-നാണ് റിലീസ് ചെയ്യുന്നത്. ആ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അന്നാണ് രജനീകാന്തിന്റെ പിറന്നാൾ. അന്ന് കേരളത്തിലെ ഫാൻസുകാർ രജനിയുടെ ഫ്ലക്സിൽ പാലൊഴുക്കണമെങ്കിൽ ചിലപ്പോൾ തമിഴ്നാട്ടിൽ പോകേണ്ടി വരും. തൊട്ടു മുൻപ് റിലീസ് ചെയ്ത രജനി ചിത്രമായ കൊച്ചുടയാനുണ്ടാക്കിയ നഷ്ടം നികത്താതെ ലിംഗ കേരളത്തിൽ റിലീസ് ചെയ്യേണ്ട എന്നാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ തീരുമാനമെന്നറിയുന്നു. രജനീകാന്തിന്റെ മകൾ തന്നെയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഏകദേശം 12 കോടി രൂപയ്ക്കായിരുന്നു ഈ ചിത്രം കേരളത്തിൽ വിതരണാവകാശം വിറ്റത്. എന്നാൽ അതിന്റെ 10-1 പോലും അവർക്ക് തിരിച്ചു കിട്ടിയില്ല. ഈ നഷ്ടം നികത്താതെ ലിംഗ കേരളത്തിൽ ആരും വിതരണത്തിനെടുക്കേണ്ട എന്നാണ് അസോസിയേഷന്റെ തീരുമാനം. ഇറോസ് ഇന്റർനാഷണലാണ് 120 കോടി രൂപയ്ക്ക് ചിത്രത്തിന്റെ വിതരണാവകാശം ലോകത്താകെ വാങ്ങിയത്. ഏകദേശം 5000 തിയേറ്ററുകളിലായാണ് അന്ന് ചിത്രം റിലീസ് ചെയ്യുക. റിലീസിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ സമരം മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടരുമെന്ന് നിർമ്മാതാക്കൾക്ക് പേടിയുണ്ട്. മുൻപും രജനി ചിത്രങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഷ, കുചേലൻ എന്നീ ചിത്രങ്ങൾ പരാജയപ്പെട്ടപ്പോൾ രജനീകാന്ത് തന്നെ നേരിട്ട് നഷ്ടം നികത്തിയിരുന്നു. ലിംഗയുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം.